ഹലോ. ഏത് സമയത്തും നമുക്ക് ചെടീൻ്റെ അടുത്തേക്ക് പോകാൻ ഒരു ടെൻഡൻസി ആണല്ലേ. രാവിലെ ആയാലും വേണ്ടിയില്ല, വൈകുന്നേരം ആയാലും വേണ്ടിയില്ല, രാത്രി ആയാലും വേണ്ടിയില്ല, ഒക്കെ നമ്മൾ ചെടി ഇങ്ങനെ പോയി നോക്കല്ലേ. ഞാൻ രാവിലെ ഉണർന്നാൽ ബാത്റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം വാതിൽ തുറക്കല്ലോ, നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ വാൽ തുറക്കുന്ന സമയത്ത് തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് ചെടി വെറുതെ ഒന്ന് നോക്കൂട്ടോ. അതിന് ശേഷമാണ് ഞാൻ കിച്ചണിലൊക്കെ കയറട്ടോ. ഒന്ന് ചെടി ഒന്ന് വെറുതെ നോക്കിയിട്ടേ ഒരു സമാധാനം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 2 ദിവസം മുന്നേ പിന്നെ എൻ്റെ എന്താ പറയുക ടെറ്റിൽ വെയിൻ പ്ലാന്റ് ഉണ്ട് വീണെടുക്കുന്നത്, വേറൊരു ചെടി വീണെടുക്കുന്നു കേട്ടോ. രാത്രി ഞാൻ നോക്കുമ്പോൾ ഒന്നും ഇല്ല, ഒരു 9 മണി വരെ ഒന്നും സംഭവിച്ചില്ല. പിന്നെന്താണെന്നറിയില്ല, നായ്ക്കളൊക്കെ കടി കൂടിയിട്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ചില പൂച്ചയെ കടി കൂടല്ലോ, അങ്ങനെ എന്തോ ആ ചെടി മറിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചത്, നമ്മൾ നല്ല ഭംഗിയിൽ വെക്കുന്ന ചെടി ഒരു രാത്രി മുതൽ രാവിലെ വരെ അത് മറിഞ്ഞ് കിടക്കുമ്പോൾ ആ ചെടീൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് വരേണ്ടി വരും അത്. അതുപോലെ ഈ ഒരു ചെടിയില്ലേ, ഹാർട്ട് ലീഫ് പ്ലാന്റിൻ്റെ അവിടെ വീണ്ടും അതാ ഇലക്കെ ഒരു മഞ്ഞളിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒത്തിരിയായിട്ട് വെയിൽ തട്ടുന്നുണ്ട് എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. മാറ്റി കൊടുക്കണം. അത് കുറച്ചും കൂടി ഇങ്ങോട്ട് വെക്കുന്ന ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ വെയിലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊന്ന് മാറ്റി കൊടുക്കേണ്ടതാണ്. അപ്പോൾ തണലത്ത് വെച്ചാൽ ഇതുപോലെ നമ്മുടെ ചെടികളൊക്കെ ഹെൽത്തി ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ചെടികളൊന്നും നോക്കുകയാണെങ്കിൽ ഇന്ന് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇന്നലെ രാത്രിയൊക്കെ നന്നായിട്ട് മഴ പെയ്തത് കൊണ്ട് തന്നെ നനയ്ക്കണം എന്നുള്ളത് വേഗം അറിയാം. എന്താണ് എൻ്റെ ബൊഗൈൻവില്ല പ്ലാന്റ്സിൻ്റെ കൊമ്പൊക്കെ ഉണങ്ങി കിടക്കും കേട്ടോ, വെള്ളമില്ലെങ്കിൽ. അപ്പോൾ ഇന്ന് അതൊക്കെ ഹെൽത്തിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഒന്ന് കണ്ണോടിച്ച് പോവുകയാണ് കേട്ടോ. ചെടീൻ്റെ നമ്മളിങ്ങനെ എപ്പോഴും നോക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ ചെടീൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ നോക്കി നിന്നാലേ ഉള്ളൂ എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിലൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ചെടി വെറുതെ ഒന്നിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും നനയ്ക്കാനുള്ളപ്പോൾ നമുക്കൊരു പണിയാണ് കേട്ടോ, ഇഷ്ടമുള്ള പണിയാണ് കേട്ടോ. ചെടികളുടെ ജോലി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ജോലിയാണ് കേട്ടോ. മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഞാനൊരു ജോലിയാണ് നമ്മുടെ ചെടിക്ക് കൊടുക്കുന്ന ഒരു കെയറിങ് കേട്ടോ. അപ്പോൾ അത് ചില ചെടികളെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ മനസ്സിന് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെടിയുടെ കൂടെയുള്ള ഒരു പരിചരണം കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെടീൻ്റെ അടുത്തേക്കൊക്കെ ഇങ്ങനെ പോയി ആ ഒരു ടട്ടിൽ വൈനാണ് മറിഞ്ഞ് കിടന്നത് കേട്ടോ. അതിപ്പോൾ നേരെ